പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സുഖമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ഭവനങ്ങളിൽ എല്ലായ്പ്പോഴും സമാധാനവും ദൈവിക സന്തോഷവും ഉണ്ടാകുമാറാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 1-ാം വചനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ആ വചനം ശ്രദ്ധിച്ചോ? ഹൃദയം കലങ്ങിപ്പോകരുത്. എന്തെങ്കിലും കേട്ടാൽ കണ്ടാൽ പെട്ടെന്ന് ബാധിക്കുന്നത് എന്തിനെയാ? ഹൃദയത്തെ. ആകെ ഭാരപ്പെട്ടു പോകുമല്ലേ? ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ ഹൃദയം തകർന്നു പോയി എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. അവിടുന്ന് അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. നമ്മളുടെ ജീവിതത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ആർക്കാണെന്നറിയാമോ? നമ്മുടെ ഉടമസ്ഥനായ ദൈവത്തിന്, ഹോളി സ്പിരിറ്റിന്. അവിടുന്ന് അനുവദിക്കാത്തത് ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. അവിടുന്ന് അനുവദിക്കുന്നത് മാത്രമേ ജീവിതത്തിൽ വരത്തുള്ളൂ. അതിനി പ്രതിസന്ധികളോ മറ്റോ ആണെങ്കിൽ അവിടെ താങ്ങുന്ന കരം നിശ്ചയമായും കൂടെ ഉണ്ടായിരിക്കും. ആ ദൈവശബ്ദമാ, താങ്ങുന്ന കർത്താവിന്റെ ശബ്ദമാ ഇന്ന് നമ്മളോട് പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏത് വിഷയത്തിലാ ഹൃദയം കലങ്ങി ഭാരപ്പെട്ടിരിക്കുന്നത്? അത് അപ്പായിക്ക് ഇഷ്ടമല്ല കേട്ടോ. ജീവിതത്തിൽ സഹിക്കുവാൻ കഴിയാത്ത വേദനകൾ വരുമ്പോൾ ആകെ തകർന്നു പോകുന്നത് അപ്പായിക്ക് ഇഷ്ടമല്ല. അവിടെ നിങ്ങളൊന്ന് സമാധാനത്തോടെ ഇരുന്നേ. ദൈവം ഇതെല്ലാം നിയന്ത്രിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ ഇരുന്നേ. നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവിക സമാധാനം നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചേ. അപ്പായിക്ക് എന്ത് സന്തോഷമായിരിക്കും. അപ്പായ നമ്മളോട് പറഞ്ഞത്, നമ്മളുടെ ഹൃദയം കലങ്ങരുത്, വേദനിക്കരുത്. നമ്മൾക്ക് ഉത്തരവാദിത്വം പറയുവാൻ നമ്മളുടെ ജീവന്റെ ഉടമസ്ഥനായ പിതാവാം ദൈവമുണ്ട്. അവിടുന്ന് അറിയാതൊന്നും സംഭവിക്കില്ല. നമ്മളുടെ ജലസ് പാർട്ട്ണറായ, ഞാൻ എപ്പോഴും പറയും, പരിശുദ്ധാത്മാവ്, നമ്മളെ ആർക്കും വിട്ടുകൊടുക്കാത്ത അസൂയവാഹകനായ, നമ്മൾക്ക് വേണ്ടി പൊസസീവായ നമ്മുടെ പാർട്ട്ണറാ. ആ പാർട്ട്ണർ, നമ്മുടെ ജലസ് പാർട്ട്ണർ ഹോളി സ്പിരിറ്റ് പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, കലങ്ങരുത്. ആ നെഞ്ചത്തോട് കൈവച്ചേ, എന്നിട്ട് പറഞ്ഞേ, ഇല്ല, ഞാൻ കലങ്ങി പോകത്തില്ല, ഞാൻ ക്ഷീണിക്കത്തില്ല. എന്നെ ധൈര്യപ്പെടുത്തുന്ന, എന്നെ ശക്തീകരിക്കുന്ന ദൈവ സാന്നിധ്യം എൻ്റെ ഒപ്പമുണ്ട്. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, താങ്ക് യു സോ മച്ച് അപ്പാ. അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്ന വചനങ്ങൾക്ക് നന്ദി. അപ്പൊ ഈ വചനത്തിന് എത്ര പവറാ! അങ്ങ് ഞങ്ങൾക്കിത് തന്നിരിക്കയാൽ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഞങ്ങൾക്ക് ഭക്ഷിക്കുവാൻ തന്നിരിക്കുന്ന ഈ ആത്മീക ആഹാരത്തിന് നന്ദി. ഞങ്ങളെ ജീവിപ്പിക്കുന്ന ഈ വചനത്തിന് നന്ദി. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ഞങ്ങൾ ഈ വചനത്തെ സ്നേഹിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അങ്ങിന്ന് ഞങ്ങളോട് പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഹൃദയം കലങ്ങി പോകത്തില്ല, ഞങ്ങൾ ക്ഷീണിക്കത്തില്ല. ആരെങ്കിലും ഹൃദയഭാരത്തോടെ ഇപ്പോൾ എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇപ്പോൾ ആ ഹൃദയത്തിൽ ദൈവിക സമാധാനം നിറയട്ടെ. അങ്ങയുടെ സാന്നിധ്യം അവരൊന്ന് അനുഭവിക്കട്ടെ. അവരുടെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമുണ്ട്, അങ്ങയുടെ കരം കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യം എൻ്റെ പ്രിയപ്പെട്ടവർക്കുണ്ടാകട്ടെ. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. സാഹചര്യങ്ങൾക്ക് വേർപെടുത്തുവാൻ കഴിയാതെ വണ്ണം ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു കർത്താവേ. മഹത്വ അപ്പായിക്ക് എൻ്റെ പ്രിയരെല്ലാം ഞാൻ ബ്ലസ് ചെയ്യുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയരെ, ഈ വചനം എന്ത് പവർഫുൾ അല്ലേ? പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദിവസവും ഭക്ഷിക്കുവാനുള്ള ആത്മീക ഭക്ഷണമായത്, ക്ഷീണിച്ചിരിക്കുന്ന ഹൃദയങ്ങൾക്ക് മരുന്നായത്, ജീവൻ നഷ്ടപ്പെടുന്ന മേഖലയിൽ ജീവനായി വ്യാപരിക്കുന്നതായി വചനം. ഈ വചനം നമ്മളെ കറക്റ്റ് ചെയ്യും. ഈ വചനം നമ്മളെ ആശ്വസിപ്പിക്കും. ഈ വചനം വായിക്കുന്നതും ധ്യാനിക്കുന്നതും നിങ്ങളുടെ ഒരു സ്വഭാവമായി മാറട്ടെ. എൻ്റെ പ്രിയരെ എല്ലാം കർത്താവ് ബ്ലസ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞത് മറന്നുപോയില്ലല്ലോ. ഹൃദയം കലങ്ങിപ്പോകരുത്, ഇപ്പോൾ ക്ഷീണിക്കരുത്, ധൈര്യമായിട്ട് നിൽക്കുക. നമുക്ക് പെട്ടെന്ന് ഇന്റർസെസറി പ്രേയറിൽ കൂടാം. എല്ലാ പ്രേയറെയും ഞാൻ ക്ഷണിക്കുന്നു, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ അസാധാരണമായി ദൈവകരം ചലിക്കുന്നു, മറുപടികൾ കാണുന്നു. ബ്ലെസ് യു.